സന്ധ്യാനേരം നാമം ജപിക്കാറുണ്ടോ? പിന്നെ വളരെ ഭംഗിയായി ജപിക്കാറുണ്ട്. ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടിയാണോ? യാതൊരു സംശയവുമില്ല, ആത്മാർത്ഥതയോടു കൂടി തന്നെയാണ്. പലരും പറയാറുണ്ട്, കാരണം ഏവർക്കും ആവശ്യം ഐശ്വര്യം ലഭിക്കണം. ഐശ്വര്യം ലഭിക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ മാർഗമാണ് നാമജപവും മന്ത്രജപവും. നമുക്ക് ഏവർക്കും അറിയാം, പണ്ട് തൊട്ടേ പൂർവികരെ കാട്ടി തന്ന മാർഗമാണ്. പക്ഷേ ഈ നാമം ജപിക്കുമ്പം അല്ലറയിലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ചിലര് നാമം ജപിക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വളരെ വിരളമായിട്ട് അത്തരം കാഴ്ചകൾ കാണാൻ പറ്റൂ, പക്ഷെ കാണേണ്ടതാണ്. ചില വിദ്വാൻമാർ നാമം ജപിക്കും, രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം, രാമ 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 പാഹിമാം. എന്താ കാണുന്നത്? മഴക്കോളല്ലേ, ശാന്തയെ, അവിടെ ആരുമില്ലേ, ആ തുണിയെല്ലാം എടുത്ത് പെട്ടെന്ന് അകത്തിടുക, മഴ പെയ്യും. രാമ 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 എന്നൊരു കൂട്ടർ. മറ്റൊരു കൂട്ടരുണ്ട്, രാമ 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 പാഹിമാം, രാമപാദം. അടുക്കളയിൽ നിന്നോ കരിഞ്ഞു വീഴുന്നു. ഇനി അത്താഴം എങ്ങനെയാ കഴിക്കുന്നത്? അത്താഴം കഴിക്കേണ്ട വിഭവം മുഴുവൻ കരിച്ചിട്ടുണ്ട്. അടുക്കളയെങ്ങും ആരുമില്ല നോക്കാനും കാണാനും. ആ ശ്രീകരങ്ങള് രാമ 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 എന്ന് വേറെ ഒരു കൂട്ടർ. അടുത്തത് ഇതിലും കേമന്മാരായ വിദ്വാൻമാരാണ്, രാമ 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 പാഹിമാം, രാമപാദം. ആരാ അവിടെ? സമയം എത്രയെന്ന് നോക്കിയേ, മാറ്റിയത് തുടങ്ങാറായോ ഒന്ന് നോക്കുക എന്ന് വേറെ ഒരു കൂട്ടര്. ഇനിയും അടുത്ത ചില ഭക്തരുണ്ട്, അവര് ഇതിനേക്കാളൊക്കെ മുകളിലുള്ളവരാണ്. അവരെ പ്രകാരമാണ്, രാമ 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 പാഹിമാം, രാമപായ്യോ വയ്യ, കുറെ നേരം കൊണ്ടിരുന്ന് ജപിക്കുന്ന കൈയും കാലും ഒക്കെ ഒരു പരുവായി, മതിയേ എന്ന് ഒരു കൂട്ടര്. അടുത്ത ഒരു കൂട്ടര്, രാമ 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 പാഹിമാം, രാമപാദം. എന്താ കുട്ടികളെ കാണിക്കുന്നത്? നാമം ജപിക്കാമെന്ന് അറിഞ്ഞുകൂടെ? അവിടെ ഇരിക്കുക, ഒന്നിനും സമ്മതിക്കത്തില്ല. രാമ 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 രാമ. എങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികൾ നാമം ജപിക്കുന്നു. ഇവർ ഒന്നല്ല 9,000 വർഷം ജപിച്ചാലും ഒരു പ്രയോജനവും ലഭിക്കില്ല. കാരണം ശ്രദ്ധയോടുകൂടിയുള്ള ജപത്തിനാണ് ജപിക്കുന്നവനെ ഉയർത്തുവാൻ കഴിയുന്നത്, ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ മന്ത്രം എന്ന് വിളിക്കുന്നത്. മനനാൽ ത്രായതേ ഇതി മന്ത്ര. ജപിക്കുന്നവനെ ഉയർത്തുന്നത് ഏതൊന്നോ അത് മന്ത്രം. അങ്ങനെ ഉയർത്തപ്പെടണമെങ്കിൽ സ്റ്റൂളിൽ കയറി നിന്നാലൊന്നും പറ്റുകയില്ല. എനിക്ക് ഉയരണം. രാമൻ എന്നത് എന്നിൽ നിറയേണ്ട ചൈതന്യമാണ്. രാമ 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 പാഹിമാം എന്ന് പറയുമ്പോൾ എന്നിലെ എല്ലാവിധമായ അന്ധകാരം മാറണം, എന്നിലെ എല്ലാവിധമായ ഇരുട്ട് മാറണം, എന്നിൽ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ നിരന്തരം നിൽക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി